കോതമംഗലത്ത് ആന്റണി ജോൺ ഹാട്രിക് അടിക്കുമോ? ഷിബു തെക്കുംപുറം അട്ടിമറി വിജയം നേടുമോ എന്നതിൽ ആകാംക്ഷയിലും ആശങ്കയിലുമാണ് നേതാക്കളും പ്രവർത്തകരും. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വോട്ട് കൂടുമോ കുറയുമോ എന്നത് മാത്രമാണ് എൻഡിഎയുടെ കാര്യത്തിലുള്ള ചർച്ച. 7 സ്ഥാനാർത്ഥികളാണ് കോതമംഗലത്ത് ജനവിധി തേടിയത്. എല്ലാ കണക്കുകൂട്ടലുകളും നിരീക്ഷകരുടെ അഭിപ്രായങ്ങളും അനുകൂലമായതിന്റെ പിൻബലത്തിൽ UDF വിജയാഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. ആന്റണി ജോൺ വിജയിച്ചാൽ LDFിന്റെ പേരിൽ അത് മറ്റൊരു ചരിത്രമാകും. കോതമംഗലത്ത് TM ജേക്കബിനും VJ പൗലോസിനും ശേഷം തുടർച്ചയായി 3 തവണ MLA ആകുന്ന ആളാകും ആന്റണി ജോൺ. ഇതിനു മുമ്പ് ഒരിക്കലും ഒരു ഇടത് സ്ഥാനാർത്ഥിയും ഒന്നിൽ കൂടുതൽ തവണ വിജയിച്ചിട്ടുമില്ല. 2016-ൽ TU കുരുവിളയെ അട്ടിമറിച്ചാണ് ആന്റണി ജോൺ കോതമംഗലത്ത് നിലയുറപ്പിച്ചത്. 2021-ൽ വിജയം ആവർത്തിച്ചു. ഇത് 3ാം അംഗം. വോട്ടെടുപ്പിന് ശേഷം ആന്റണി ജോണിന്റെ കാര്യത്തിൽ ഉറച്ച ആത്മവിശ്വാസം LDF കേന്ദ്രങ്ങൾക്കില്ല. ബൂത്ത് തലത്തിൽ നിന്നുള്ള കണക്കുകളുടെ അവലോകനത്തിൽ വലിയ മേൽക്കൈയുടെ സൂചനകളൊന്നുമില്ല. വിജയിച്ചാൽ പോലും വളരെ ചെറിയൊരു ഭൂരിപക്ഷം മാത്രമുണ്ടാകും. പരാജയപ്പെടാനുള്ള സാധ്യതയും അവർ മുന്നിൽ കാണുന്നുണ്ട്. എന്നാൽ LDFിന്റെ അണികളിൽ വലിയൊരു പങ്കും ആത്മവിശ്വാസം കൈവിടാതെയാണ് വോട്ടെണ്ണൽ ദിവസത്തെ സമീപിക്കുന്നത്. നെല്ലിക്കുഴി പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന അധിക വോട്ടും കുട്ടമ്പുഴ, കവളങ്ങാട്, വാരപ്പെട്ടി പഞ്ചായത്തുകളിലെ മെച്ചപ്പെട്ട പ്രകടനവും ആന്റണി ജോണിനെ വിജയിപ്പിക്കുമെന്നാണ് LDFിന്റെ അവസാന പ്രതീക്ഷയിലുള്ളത്. ഷിബു തെക്കുംപുറം വിജയിക്കുമെന്ന് തന്നെയാണ് UDFകാരുടെ ഉറച്ച വിശ്വാസം. UDFിന്റെ വോട്ടുകൾ ചോർച്ചയില്ലാതെ ഒരു പെട്ടിയിൽ തന്നെ വീണു എന്ന കണക്കുകൂട്ടലാണ് അടിസ്ഥാനം. 7 ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും മെച്ചപ്പെട്ട ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. നെല്ലിക്കുഴിയിൽ LDFിനെ പിടിച്ചുകെട്ടാനും കഴിയും. 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷമാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ചിലർ 20,000-ലധികവും സ്വപ്നം കാണുന്നു. വിജയാഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകളും UDF നടത്തുന്നുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.